ബിഗ് ബോസ് നിങ്ങളൊരു ക്രൂരനും നീചനും കണ്ണിച്ചോരയില്ലാത്തവനുമാണെന്നാണ് ഞാൻ പലവട്ടം ഇവിടെ ക്യാമറയിൽ നോക്കിയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ബിഗ് ബോസ്. അതൊക്കെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. ആ വാക്കുകളെല്ലാം തന്നെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. താങ്ക് യു എന്നാണ് നെവിൻ പറയുന്നത്. നമ്മുടെ നെവിൻ ലൈവില് ക്യാമറയിൽ നോക്കി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. നെവിൻ അങ്ങനെ തന്നെ പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേടായി പോകും. കാരണം നെവിന്റെ പേഴ്സണൽ വസ്തുക്കൾ 18 പാക്കറ്റുകൾ, 18 പാക്കറ്റുകളായിരുന്നു പണിപ്പുരയിൽ നിന്നും എടുത്തത്. പേഴ്സണൽ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പുള്ളിക്കാരന്റെ ആ ഒരു പൂച്ചക്കുട്ടി പാവയാണോ എന്താണെന്നറിയില്ല, ക്യാമറയിൽ അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ വസ്ത്രങ്ങളും നെവിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 1 മാസം ഈ ഭരണം എനിക്ക് തരാമോ ബിഗ് ബോസ്, ഇതൊന്നും എനിക്ക് തിരിച്ചു തരണ്ടല്ലോ എന്നൊക്കെ നെവിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ആള് വൻ കോമഡിയാണ് കേട്ടോ, ഉള്ളത് പറയാം. സാധനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നെവിൻ തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ലൈവിൽ കണ്ടത്. ജിസേലിന്റെ പെട്ടി സാധനങ്ങളൊക്കെ തിരിച്ചയച്ചതുകൊണ്ട് നെവിന്റെ സാധനങ്ങളും ഫുഡും ഐറ്റംസും മാത്രമായിരുന്നു പണിപ്പുരയിൽ ഉണ്ടായിരുന്നത്. ഫുഡും നെവിന്റെ സാധനങ്ങളും ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജിസേല് നെവിൻ രണ്ടുപേരും എടുത്തത് നെവിന്റെ സാധനങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നെവിന്റെ മാത്രം സാധനങ്ങൾ എടുക്കാൻ 1 മിനിറ്റ് സമയവും പിന്നെ അൺലിമിറ്റഡ് പോയിന്റ്സും ഒക്കെ ബിഗ് ബോസ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നെവിനോട് അത്രയ്ക്ക് സ്നേഹമാണെന്ന് തോന്നുന്നു ബിഗ് ബോസിന്. കാരണം അമ്മാതിരി കോണ്ടന്റുകളല്ലേ പുറത്തേക്ക് വിടുന്നത്. വല്ലാത്ത ജാതി എന്റർടൈനർ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ജിസയിലാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് തരുമോ എന്ന് ചോദിച്ചോണ്ടിരിപ്പുണ്ട്. എന്റെ ബർത്ത്ഡേ ആണ് ബിഗ് ബോസ്, പ്ലീസ് എനിക്ക് ലിപ്സ്റ്റിക് താ എന്നാണ് ജിസയിൽ പറയുന്നത്. എന്തായാലും ഈ രാജയോഗം എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല, അത് തന്നെയാണ് നമ്മുടെ നെവിന് ലഭിച്ചിരിക്കുന്നത്. നല്ല ഒന്നാന്തര ഒരു രാജയോഗം. കൂടെ ഭരിക്കുന്ന ആൾക്ക് മറ്റേ അലഭ്യലഭ്യതയാണെന്ന് തോന്നുന്നു, അതായിരിക്കും ഒന്നും ലഭിക്കാതിരിക്കുന്നത്. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ ഇവർ നല്ലപോലെ ഒന്ന് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ട് കുഴിമന്തിയും അങ്ങനെ കുറെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ഈ 2ാമത്തെയും 3ാമത്തെ റൗണ്ടിലുമായിട്ട് തന്നെ കുറെ അധികം സാധനങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, നെവിനും ജിസേലിനും. അപ്പൊ അവരിത് എങ്ങനെയൊക്കെയാണ് ഇവരിത് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതെന്നും കൊടുക്കാൻ പോകുന്നതെന്നും ഒക്കെ ഉള്ളതാണ് എനിക്ക് കാണേണ്ടത്. അതിന്റെ പേരിലൊക്കെ ഉള്ള അടികൾ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കണ്ടു തന്നെ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഫുഡിന്റെ പേര് പറഞ്ഞുള്ള ഒരു യുദ്ധക്കളമാവാൻ പോവുകയാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഒരു യുദ്ധക്കളമാവുമായിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.